കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ ഡെന്റൽ കോളേജിൽ ജാതി അധിക്ഷേപത്തെ തുടർന്ന് ജീവനൊടുക്കിയ നിതിൻ രാജിന്റെ മൃതദേഹം തിരുവനന്തപുരത്തെ വസതിയിലെത്തിച്ചു. 12 മണിയോടെയാണ് സംസ്കാരം നടക്കുക. കോളേജ് അധികൃതർ നിരന്തരമായി ജാതി അധിക്ഷേപം നടത്തിയെന്നാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. കോളേജ് അധികൃതർ നിരന്തരമായി ജാതി അധിക്ഷേപം നടത്തിയതായി നിതിന്റെ സഹോദരിയുടെ ഭർത്താവ് അശോക് കുമാറും പറഞ്ഞു. അവൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും 10-30 കുട്ടികളുടെ മുമ്പ് വെച്ചിട്ടാണ് വെറും സ്ലം ഡോഗ് എന്നുള്ള രീതിയിലൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്ന ഒരു കുട്ടിയെ. സ്ലം ഡോഗ്സ്, നീ തെരുവ് വെട്ടിയല്ലേടാ, നിനക്കൊക്കെ എന്ത് അർഹതയുടെ ഇവിടെ വരാനും പഠിക്കാനും ഒക്കെ ഉള്ള യോഗ്യത എന്താണുള്ളത് നിനക്ക്? നിന്നെയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. പിന്നീട് ഞങ്ങളുടെ സംശയം എന്ന് പറയുന്നത്, കാരണം ഇത്രയും 2 മാസങ്ങളായിട്ട് തുടർച്ചയായിട്ട് ആദ്യം റാഗിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങളുടെ അനിയൻ ഇപ്പോൾ പറയുന്നത് സ്റ്റാഫ് ശരിയല്ലെന്നാണ്. അപ്പോൾ സംശയം കൂടുതൽ വീണ്ടും ഞങ്ങൾക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലേക്കല്ല, ഇത് അവിടെ പോയപ്പോൾ പോലും കുട്ടികളുടെ ഭാഗത്തു നിന്നൊന്നും ഉള്ളതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഞാനും ഇവിടെ കാണുന്നത്. ഞങ്ങൾ സംശയം സ്റ്റാഫ് റാഗിങ് ആണെന്നുള്ളതാണ്. ഈ റാം ഉൾപ്പെടെയുള്ളവരെല്ലാം മോശമായിട്ടായിരിക്കണം സംസാരിച്ചിരിക്കുന്നത്. കാര്യം അതുകൊണ്ടാണല്ലോ ഡെയിലി വിളിച്ചിട്ട് അവിടുത്തെ ഓരോ കാര്യങ്ങളും അപ്പോൾ എല്ലാം ഇവിടെ അറിയിക്കുന്നത്. നമ്മൾ പൊതുവെ SC-യുടെ ഒരു കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് ചിലപ്പോൾ അതെന്തെങ്കിലും അറിഞ്ഞു വെച്ചിട്ട് അല്ലെങ്കിൽ നിറം വെച്ചിട്ട് ഒരാളുടെ നിറം വെച്ച് കണ്ട് വിലയിരുത്തി സംസാരിക്കുന്ന ടോക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവും. നിനക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞൂടേടാ, നീ എവിടെ പഠിച്ചത്? ഇത് ഓരോ സ്റ്റുഡൻസിൻ്റെ കയ്യിലും ആ പേപ്പർ മാറി, അതായത് ഇവ എഴുതിയ പേപ്പർ മാറി കൊടുത്തിട്ടാണ് കിടന്ന് ക്ലാസ്സിൽ മൊത്തം ചിരിക്കാത്ത പിള്ളേർ ഇയാൾ അടിക്കും. ഈ മുതിർന്ന കുട്ടികൾ അയാൾ അടിക്കും. മെഡിക്കൽ കോളേജിൽ നിന്നാണ് താഴേക്ക് വീണത്, അല്ലാതെ ഇവൻ പഠിക്കുന്ന സ്ഥലത്ത് നിന്നല്ല, ഡെന്റൽ കോളേജിൽ നിന്നല്ല, മെഡിക്കൽ കോളേജിൽ നിന്നാണ് താഴോട്ട് വീണത്. ഇനി എന്തെങ്കിലും വേറെ വല്ല ഇഷ്യൂസ് ഉണ്ടാകുന്ന അറിയത്തില്ല. 11:30 വരെയും, വെള്ളിയാഴ്ച 11:30 വരെയും 1 മണി വരെയും ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ അറിയുന്നത് എന്തോന്ന്, കാല് തട്ടി ജസ്റ്റ് ഒന്ന് വീണു. പ്രശാന്ത് ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. പ്രശാന്ത്, വലിയ പ്രതിഷേധം ഇപ്പോൾ ഈ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെ ആഞ്ഞടിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പ്രബുദ്ധ കേരളം, നവോത്ഥാന കേരളം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വലിയ വിവേചനങ്ങൾ, ജാതീയമായ പരാമർശങ്ങൾ ഇതൊക്കെ നടക്കുന്നു. അതിൻ്റെ പേരിൽ ആളുകൾ മരണപ്പെടുന്നു, കൊച്ചുകുട്ടികൾ വരെ ആത്മഹത്യ ചെയ്യുന്നു. അതാണ് ഇപ്പോഴത്തെ നമ്പർ 1 കേരളം. എന്താണ് ഈ കുടുംബം ഇപ്പോൾ പറയുന്നത് പ്രശാന്ത്? ഗൗതം, ഗുരുതരമായ ആരോപണങ്ങളാണ് കുടുംബം ഇപ്പോൾ കോളേജിലെ അധികൃതർ, അതായത് HOD അടക്കമുള്ള കോളേജിലെ അധ്യാപകർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ HOD റാമിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് അധ്യാപകരുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ള കൊടിയ പീഡനം, ജാതി അധിക്ഷേപം, അപമാനിക്കൽ, തെരുവ് നായ എന്ന് വിളിച്ച് ആക്ഷേപിക്കൽ, പഠിക്കാൻ കഴിവില്ലാത്തവൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കൽ, അങ്ങനെ നിരന്തരം ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു മാനസിക സംഘർഷം വീട്ടിൽ പലതവണ ഈ നിതിൻ രാജ് പറഞ്ഞിരുന്നുവെന്നും നിതിൻ്റെ സഹോദരി തന്നെ നേരത്തെ നമ്മളോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ കൊടിയ പീഡനം തന്നെയാണ് ഈ കോളേജിൽ നിന്നുണ്ടായത് എന്നാണ് നിതിൻ്റെ കുടുംബം തന്നെ പറയുന്നത്. അവിടെ ഈ പീഡനങ്ങൾക്കിടയിലും താൻ പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കി വരും എന്നൊരു ആഗ്രഹത്തിൽ തന്നെ തുടരുകയായിരുന്നു ഉണ്ടായത്. എന്നാൽ അതിനുശേഷം പിന്നീടും ഇത്തരം ആക്ഷേപങ്ങൾ, അതായത് ഒരു പൊതു ഇടത്തിൽ വെച്ച് കോളേജിൻ്റെ ക്ലാസ് മുറികളിൽ വെച്ച് തന്നെ ഇത്തരത്തിൽ അധ്യാപകൻ്റെ നേതൃത്വത്തിൽ ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ തുടരുന്നതിനിടയിൽ മറ്റ് വിദ്യാർത്ഥികൾ ചിരിക്കാതിരുന്നാൽ ആ വിദ്യാർത്ഥികളോട് ചിരിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ പൊതു മധ്യത്തിൽ വെച്ച് ഇത്തരത്തിൽ വലിയ രീതിയിൽ അധിക്ഷേപങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. ഇപ്പോൾ ഈ നിതിൻ രാജിൻ്റെ നെടുമങ്ങാട്ടെ വീട്ടിൽ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൗതിക ശരീരം ബന്ധുക്കളും അടക്കമുള്ള ബന്ധുക്കളടക്കമുള്ളവർ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അരുവിക്കരയിലെ NDA സ്ഥാനാർത്ഥി വിവേക് ഗോപനും ഈ ഭൗതിക ശരീരത്തിൽ പൊതുദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം അവിടെ പൊതുദർശനം നടത്തുന്ന ചടങ്ങുകൾ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ഇത്തരത്തിൽ ഈ നിതിൻ രാജിന് കോളേജിൽ നിന്ന് വലിയ രീതിയിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, തുടക്കത്തിൽ ഈ കോളേജിലെത്തിയപ്പോൾ, അഞ്ചരക്കണ്ടിയിലെ ഈ ഡെന്റൽ കോളേജിലെത്തിയപ്പോൾ അവിടെ റാഗിങ് നേരിട്ടു. എന്നാൽ റാഗിങ് പിന്നീട് അത് മാറി. അച്ഛനും അമ്മയും എല്ലാം ഇത് തുടക്കത്തിലുള്ളതിൻ്റെ ഒരു ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്നതാണ്, അത് മാറുമെന്ന് അവർ പറഞ്ഞു. അതേ തുടർന്ന് ഇത്തരത്തിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ റാഗിങ് അങ്ങ് മാറിയിരുന്നു. പിന്നീട് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കേണ്ടി വന്നത് ഈ റാം എന്ന് പറയുന്നൊരു HOD ഭാഗത്തു നിന്നാണ്. അദ്ദേഹം നിരന്തരം ഇത്തരത്തിൽ ഈ നിതിൻ രാജിനെ പീഡിപ്പിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ശാരീരികമായും മാനസികമായിട്ടും എല്ലാം വലിയ രീതിയിൽ അധിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യും തുടങ്ങി ഗുരുതരമായിട്ടുള്ളൊരു ആരോപണങ്ങൾ തന്നെയാണ്
കുടുംബം ഇത്തരത്തിൽ ഉന്നയിക്കുന്നത്. അത് ഒരു തവണയല്ല, രണ്ട് തവണയല്ല, നിരവധി തവണ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ തുടരുന്നൊരു സാഹചര്യമുണ്ടായി. സഹിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിൽ ആണ് ഈ നിധിൻ രാജ് അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം ഈ കുടുംബം സഹോദരി പറയുന്നത്, നിഖിത പറയുന്നത്, ഈ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് നിധിൻ രാജ് വീണ് മരിച്ചതെന്നാണ് പറയുന്നത്. അതായത് നിധിൻ രാജ് പഠിക്കുന്നത് ദന്തൽ കോളേജിലാണ്. ദന്തൽ കോളേജിൻ്റെ കെട്ടിടത്തിൽ നിന്നല്ല, കുറച്ച് ദൂരത്തായിട്ട് മാറി സ്ഥിതി ചെയ്യുന്ന മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടത്തിന് മുകളിലാണ്. ആ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടത്തിലേക്ക് എങ്ങനെയാണ് നിധിൻ രാജ് എത്തിയത്? പ്രശാന്ത് ദയവായി തുടരുക. ഇപ്പോൾ